Hello students, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതത്തിന്റെ സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ മൊഡ്യൂൾ 1ലെ 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നോക്കിയത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ഈ ഒരു വീഡിയോ പ്ലേലിസ്റ്റ് ആക്ച്വലി ലാസ്റ്റ് മിനിറ്റിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്കും അതുപോലെ സപ്ലിമെൻ്ററി എക്സാമിന് വേണ്ടി പെട്ടെന്ന് നിങ്ങൾ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഇതിന് മുന്നേ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ഫസ്റ്റ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു നോക്കിയത്? ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ് അപ്രോച്ച് നോക്കി, ഫ്രീക്വൻസി കൗണ്ടും ഒരു എക്സാമ്പിൾസ് അല്ല 3 എക്സാമ്പിൾസ് സോൾവ് ചെയ്ത് അത് നോക്കി. ഇനി നമുക്ക് നോക്കാറുള്ളത് സ്പേസ് കോംപ്ലക്സിറ്റി, ടൈം കോംപ്ലക്സിറ്റി, ദെൻ ലീനിയർ സെർച്ചിൻ്റെ ഒരു അൽഗോരിതം കൂടി ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. ചാനൽ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു മീൻ ബൈ സ്പേസ് കോംപ്ലക്സിറ്റി ആൻഡ് ടൈം കോംപ്ലക്സിറ്റി ഓഫ് ആൻ അൽഗോരിതം? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 100% ഷുവറായിട്ട് ഒരു ടൈം കോംപ്ലക്സിറ്റീൻ്റെ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ സ്പേസ് കോംപ്ലക്സിറ്റിയുടെ ക്വസ്റ്റ്യനോ ചോദിക്കും. ചിലപ്പോൾ ഒരു പ്രോബ്ലം തന്നിട്ട് സ്പേസ് കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനോ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് എന്തായാലും അറിഞ്ഞിരിക്കണം മസ്റ്റായിട്ടും. സ്പേസ് കോംപ്ലക്സിറ്റി ആൻഡ് ടൈം കോംപ്ലക്സിറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ജനറലി നമുക്ക് കമ്പ്യൂട്ടർ സയൻസിൽ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടി ഇഷ്ടംപോലെ അൽഗോരിതംസ് ഉണ്ടാവും അല്ലെ, പല രീതികൾ കാണും. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള കുറേ സൊല്യൂഷൻസ് വരുമ്പം അതിൽ ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. അതിനാണ് ശരിക്കും നമ്മൾ ടൈം കോംപ്ലക്സിറ്റിയും സ്പേസ് കോംപ്ലക്സിറ്റി എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ, ഇത്രയും പല പല സൊല്യൂഷൻസ് ഉണ്ടാവും, അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒപ്റ്റിമൽ ആയിട്ടുള്ള നല്ല ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കണം. സോ നമുക്ക് 3 ക്രൈറ്റീരിയസ് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ മെഷീൻ ആൻഡ് നമ്മൾ ഏത് മെഷീനാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ കോൺഫിഗറേഷൻ അതുമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതായത് ആ ഒരു മെഷീനെ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, അല്ലെങ്കിൽ അടുത്തൊരു മെഷീൻ യൂസ് ചെയ്താൽ വേറൊരു പ്രശ്നം, അങ്ങനെ ഒന്നും വരരുത്. ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം മെഷീൻസുമായിട്ട് ആ അൽഗോരിതം റൺ ചെയ്യുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെ ഷോസ് എ ഡയറക്റ്റ് കോറിലേഷൻ വിത്ത് നമ്പർ ഓഫ് ഇൻപുട്സിൻ്റെ നമ്പർ വെച്ച് അതുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവണം. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്യാൻ ഡിസ്റ്റിങ്വിഷ് 2 അൽഗോരിതംസ് ക്ലിയർലി വിത്തൗട്ട് ആംബിഗ്വിറ്റി. അതായത് ഒരു കോമൺ ഫീച്ചേഴ്സ് വരാത്ത രീതിയിൽ, ആംബിഗ്വിറ്റി വരാത്ത രീതിയിൽ 2 അൽഗോരിതത്തിനെ നമുക്ക് ക്ലിയർ ആയിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അൽഗോരിതംസ്. സിമിലർ ആയിരിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് നോക്കാം, വാട്ട് ഈസ് ടൈം കോംപ്ലക്സിറ്റി? ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, ഹൗ മച്ച് ടൈം ആൻ അൽഗോരിതം വിൽ ടേക്ക് ടു സോൾവ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി എത്ര ടൈം എടുക്കും, അതിനെയാണ് ജസ്റ്റ് ഏറ്റവും സിമിലർ ആയിട്ട് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Time complexity quantifies amount of time an algorithm takes to run a function as a function of the length of the input. Okay, അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് ഒരു അൽഗോരിതം എടുക്കുന്ന സമയം, അതിനെ നമുക്ക് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയാൻ പറ്റും. ടു റൺ ആസ് എ ഫംഗ്ഷൻ ഓഫ് ദ ലെങ്ത് ഓഫ് ദി ഇൻപുട്ട്. ഓക്കെ, സോ ഇൻപുട്ടിൻ്റെ ലെങ്ത് അനുസരിച്ച് ഒരു ഫംഗ്ഷനായിട്ട് റൺ ചെയ്യുമ്പോൾ എത്ര ടൈം എടുക്കും അതാണ് പറയുന്നത്. കോമൺ ടൈം കോംപ്ലക്സിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഓർഡർ ഓഫ് 1, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സമയം, കോൺസ്റ്റൻ്റ് ടൈമിന് ഓർഡർ ഓഫ് 1 എന്ന് പറയാം. അല്ലെങ്കിൽ ദെൻ ലോഗരിതമിക് ടൈം, ഓർഡർ ഓഫ് ലോഗ് n ഉണ്ട്, ഓർഡർ ഓഫ് n ലീനിയർ ടൈം ഉണ്ട്, ഓർഡർ ഓഫ് n ലോഗ് n ലീനിയർ അരിത്തമെറ്റിക് ടൈം, അങ്ങനെയുള്ള പല രീതിയിലുള്ള ടൈം കോംപ്ലക്സിറ്റീസ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസിനും ഇതെല്ലാം കൂടെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് അത് വെച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ടൈം കോംപ്ലക്സിറ്റി ഈസ് ഓഫൺ അനലൈസ്ഡ് ഇൻ ടേംസ് ഓഫ് ദ വേർസ്റ്റ് കേസ് സിനാരിയോ, ബെസ്റ്റ് കേസ് സിനാരിയോ ആൻഡ് ആവറേജ് കേസ് സിനാരിയോ. അപ്പോൾ നമ്മൾ ടൈം കോംപ്ലക്സിറ്റി അനലൈസ് ചെയ്യുന്നത് 3 ഇതിലാണ്. അതായത് വേർസ്റ്റ് കേസ് എന്ന് പറയാം, ബെസ്റ്റ് കേസ് സിനാരിയോ, ആവറേജ് കേസ്. മാക്സിമം ഒരുപാട് സമയം എടുക്കുന്നെങ്കിൽ അതെന്തായിരിക്കും ഏറ്റവും വേർസ്റ്റ് കേസ് ആയിട്ടുള്ള വേസ്റ്റ് കേസ് സെനാരിയോയിൽ വരും. അതുപോലെ മിനിമം ടൈം റിക്വയർമെൻറ്റ്, വളരെ കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ, മറ്റതിനെ വെച്ച് നോക്കുമ്പോൾ കുറവ് ടൈം ആണെങ്കിൽ നമുക്കതിനെ ബെസ്റ്റ് കേസ് സെനാരിയോ എന്ന് പറയാം. ഇനി എക്സ്പെക്റ്റഡ് ടൈം റിക്വയർഡ് അണ്ടർ ടിപ്പിക്കൽ കണ്ടീഷൻ, ചില കണ്ടീഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു സമയം അത്രയും വരികയാണെങ്കിൽ നമുക്ക് ആവറേജ് കേസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ബെസ്റ്റ് കേസ്, വേർസ്റ്റ് കേസ് ആൻഡ് ആവറേജ് കേസ്, ഇത് നിങ്ങൾ ടൈം കോംപ്ലക്സിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് എഴുതി വെക്കേണ്ട കാര്യമാണ് ഈ ഒരു 3 പോയിന്റ്സ്. ബെസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ക്രൈബ്സ് ബിഹേവിയർ ഓഫ് ദ അൽഗോരിതം അണ്ടർ ഓപ്പറേഷണൽ കണ്ടീഷൻസ്. ഒപ്റ്റിമൽ കണ്ടീഷൻസ് റെപ്രസെന്റ് മിനിമം ടൈം ദ അൽഗോരിതം വിൽ ടേക്ക് ടു കംപ്ലീറ്റ്. അതായത് ഏറ്റവും കുറവ് ടൈം, ഒരു അൽഗോരിതം ഏറ്റവും കുറവ് സമയം എടുക്കുന്നു, അതിനെയാണ് നമുക്ക് ബെസ്റ്റ് കേസ് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ സെർച്ചിൻ്റെ അൺസോർട്ടഡ് അറേ, ദ ബെസ്റ്റ് കേസ് ഒക്കേഴ്സ് ഇഫ് ദ ടാർഗറ്റ് എലമെന്റ് is the first element. Time complexity is order of n. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലീനിയർ സെർച്ച് പ്രോഗ്രാം നിങ്ങൾക്ക് അറിയോ, നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ലീനിയർ സെർച്ചിനെ കുറിച്ച്. ഇനി ഇപ്പോൾ ലീനിയർ സെർച്ച് നമ്മളൊരു ക്വസ്റ്റ്യൻ ആണ്. ലീനിയർ സെർച്ചിൻ്റെ അകത്ത് പറയുമ്പോഴത്തേക്ക് എന്താണ്,
നമുക്ക് ഒരു അറേക്കകത്ത് ഒരു 5-6 നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു നമ്പേഴ്സിൻ്റെ അകത്ത് ഒരെണ്ണത്തെ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറയുന്നത്. ഇപ്പം 1 തൊട്ട് 10 വരെ ഉണ്ട്. അതിൽ നമുക്ക് കണ്ടുപിടിക്കുന്ന നമ്പർ 1 ആണെങ്കിൽ ജസ്റ്റ് ആദ്യത്തെ സെർച്ച് തന്നെ നമുക്ക് കിട്ടും. കാരണം 1 ആണ് ഏറ്റവും ഫസ്റ്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് 1 ആണ് നമുക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ 1-നെ നമുക്ക് ആദ്യം ആ ഒരു സെർച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. സപ്പോസ് നമുക്ക് 10 ആണ് കണ്ടുപിടിക്കേണ്ടത്, 10 ആണ് നമ്മുടെ ഫൈനൽ കണ്ടുപിടിക്കേണ്ട വാല്യൂ എങ്കിൽ ആദ്യം 1 എടുത്ത് നോക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും 1 അല്ല. 2 എടുത്ത് നോക്കും, 2 അല്ല. 3 എടുത്ത് നോക്കും. അങ്ങനെ അത്രയും നോക്കി ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന 10-നെ ഏറ്റവും ലാസ്റ്റ് കണ്ടുപിടിക്കത്തുള്ളൂ. സോ അതാണ് ഏറ്റവും സമയം എടുക്കുന്നത് അല്ലേ. സോ ലീനിയർ സെർച്ചിൻ്റെ കാര്യത്തിൽ ഇപ്പം നമുക്ക് ഏറ്റവും ഫ്രണ്ടിൽ കിടക്കുന്ന ഒരു വാല്യൂ ഫസ്റ്റ് നോക്കുമ്പോൾ കിടക്കുന്ന വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ചില ഒപ്റ്റിമൽ കണ്ടീഷൻസിൻ്റെ കേസിൽ ഈ ബെസ്റ്റ് കേസ് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്താണ് ആവറേജ് കേസ്. ആവറേജ് കേസിൻ്റെ കാര്യത്തിൽ എന്താണ്? ഗീവ്സ് എ പ്രോബബിലിസ്റ്റിക് മെഷർ ഓഫ് ഹൗ ദ അൽഗോരിതം പെർഫോംസ്. ഒരു ആവറേജ് ഇതായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പേര് പോലെ തന്നെ. It often requires assumptions about the distributions of input. ഇപ്പം ഇൻപുട്ടിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വെച്ചാൽ ഒരു അസംഷൻ ആയിരിക്കും അവിടെ ആവശ്യം വരുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ സെർച്ചിൽ തന്നെ assume the element to be found equally likely to be at any position in the array. The average case time complexity omega അല്ല order of n എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ബെസ്റ്റ് കേസിൻ്റെ ഓർഡർ ഓഫ് 1 ആയിരുന്നു, ഇവിടെ ഓർഡർ ഓഫ് n ആണ്. അതായത് ഏതെങ്കിലും ഒരു ഇടയ്ക്കെങ്ങാനും നമ്മൾ കണ്ടുപിടിക്കേണ്ട നമ്പർ ലീനിയർ സെർച്ചിൽ എവിടെയെങ്കിലും ഒരു ഈക്വലി ലൈക്ലി നമുക്ക് ആ ഒരു പൊസിഷൻ അറിയിക്കാത്ത വരുന്ന രീതിയിലാണ് ആവറേജ് കേസ്. ഇനി വേസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ബിഹേവ് ദ അൽഗോരിതം അണ്ടർ ദ മോസ്റ്റ് ചലഞ്ചിങ് കണ്ടീഷൻ. അത് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് നമ്മളിപ്പം ലീനിയർ സെർച്ചിൻ്റെ കാര്യം പറഞ്ഞു, ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ഒരു നമ്പറാണ്. ഒരുപാട് സമയം കാൽക്കുലേറ്റ് ചെയ്ത് ഓരോന്ന് വെച്ച് നോക്കി ഏറ്റവും ഫൈനലിലേ നമുക്ക് ആ പർട്ടിക്കുലർ സംഭവം നമ്പർ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള കേസുകളിലെ കാര്യമാണ് പറയുന്നത്. സോ ഇറ്റ് റെപ്രസെൻറ്റ്സ് മാക്സിമം ടൈം, ഏറ്റവും മാക്സിമം ടൈം എടുക്കുന്നത് ഒരു പർട്ടിക്കുലർ അൽഗോരിതം ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു അൽഗോരിതം എടുക്കുന്ന മാക്സിമം ടൈമിനെ നമുക്ക് വേസ്റ്റ് കേസ് എന്ന് പറയാൻ പറ്റും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ സെർച്ച് ലീനിയർ സെർച്ചിനകത്ത് പറയുമ്പോൾ വേസ്റ്റ് കേസ് ഒക്കോസ് ഇഫ് ദ ലാർജസ്റ്റ് എലമെന്റ് ഇസ് ദ ലാസ്റ്റ് എലമെന്റ് ഓർ നോട്ട് പ്രസന്റ് അറ്റ് ഓൾ. ദ ടൈം കോംപ്ലക്സിറ്റി ഈസ് ഓർഡർ ഓഫ് n. അപ്പോൾ ഇവിടെ ഓർഡർ ഓഫ് n ആണ് ടൈം കോംപ്ലക്സിറ്റി. ഇവിടെ പറയുന്ന ലീനിയർ സെർച്ചിന്റെ കേസിൽ ഏറ്റവും ലാസ്റ്റത്തെ എലമെന്റ് നമ്മളോട് സെർച്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ കിടക്കുന്ന എല്ലാം നോക്കി വേണം ലാസ്റ്റത്തെ. അപ്പോൾ അതാണ് ഏറ്റവും ടൈം കൺസ്യൂമിങ്. ഇനി സപ്പോസ് ആ ഒരു നമുക്ക് തന്നേക്കുന്ന നമുക്ക് 1 to 10 ഉള്ളൂ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ 11 ആണ്. നമ്മൾ ഓരോന്നും നോക്കി ലാസ്റ്റ് 11 കണ്ടില്ല. അപ്പോൾ അതെന്താണ്? അപ്പോൾ ഒത്രയും സമയം എടുക്കുകയാണെന്ന് എൻ്റെ അകത്ത് ഇല്ലാത്തൊരു നമ്പർ നമ്മൾ സെർച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതും എന്താണ്? വേസ്റ്റ് കേസാണ്. സോ അതും ഇത്രയൊക്കെയാണ് ബെസ്റ്റ് കേസ്, വേസ്റ്റ് കേസ് ആൻഡ് ആവറേജ് കേസ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് നോക്കാം വാട്ട് ഈസ് സ്പേസ് കോംപ്ലക്സിറ്റി. എന്താണ് സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ? ഇൻ മെഷേഴ്സ് ദ എമൗണ്ട് ഓഫ് മെമ്മറി ആൻഡ് അൽഗോരിതം നീഡ്സ് ഇൻക്ലൂഡിംഗ് വേരിയബിൾസ്, ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് എനി ഓക്സിലറി സ്പേസ് യൂസ്ഡ് ഡ്യൂറിങ് എക്സിക്യൂഷൻ. ഇപ്പോൾ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ടൈം എടുക്കും, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സ്പേസും. ആ ഒരു അൽഗോരിതം എത്ര സ്പേസ് എടുക്കും, എത്ര എമൗണ്ട് ഓഫ് മെമ്മറി കൺസ്യൂം ചെയ്യുന്നുണ്ട് ആ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി, അതിനാണ് സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ഒരു പ്രോഗ്രാമത്തിന് അതെ വേരിയബിൾസ് കാണും, ഡാറ്റ സ്ട്രക്ചേഴ്സ് കാണും, അതുപോലെ ഓക്സിലറി സ്പേസസ് കാണും, കാൽക്കുലേഷന് വേണ്ടിയുള്ള സ്പേസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പം ആ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പം എത്ര സ്പേസ് കൺസ്യൂം ചെയ്യുന്നത് അതിനെയാണ് സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഓക്സിലറി സ്പേസ് എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു എക്സ്ട്രാ ഓർ ടെമ്പററി സ്പേസ് യൂസ്ഡ് ബൈ ഒരു അൽഗോരിതം യൂസ് ചെയ്യുന്ന എക്സ്ട്രാ അല്ലെങ്കിൽ ടെമ്പററി സ്പേസ്, താൽക്കാലികമായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് ഓക്സിലറി സ്പേസ് എന്ന് പറയുന്നത്. താൽക്കാലികമായിട്ട് പെട്ടെന്ന് എടുത്ത് സെർച്ച് ചെയ്ത് കൊണ്ടുവെക്കാൻ പറ്റിയ ചില നമ്പേഴ്സൊക്കെ കാൽക്കുലേഷന് വേണ്ടി എടുക്കുകയും അങ്ങനെയുള്ള സ്പേസ് അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഓക്സിലറി സ്പേസ്. എക്സ്ക്ലൂഡിംഗ് ദി ഇൻപുട്ട് ഡാറ്റ ആൻഡ് ഇസ് ക്രൂഷ്യൽ ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് അൽഗോരിതംസ് മെമ്മറി എഫിഷ്യൻസി. ഇനി കോമൺ കോംപ്ലക്സിറ്റീസ് സ്പേസ് കോംപ്ലക്സിറ്റിക്കകത്ത് വരുന്ന എന്തൊക്കെയാണ്? ഇൻക്ലൂഡ് ഓർഡർ ഓഫ് 1 കോൺസ്റ്റന്റ്, ഓർഡർ ഓഫ് n ലീനിയർ, ഓർഡർ ഓഫ് n റേസ് ടു 2 ക്വാഡ്രാറ്റിക്കിൻ്റെ കേസിൽ. അങ്ങനെ ലോവർ കോംപ്ലക്സിറ്റീസ് ജനറലി ഇൻഡിക്കേറ്റിംഗ് മോർ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് മെമ്മറി. അപ്പോൾ കോംപ്ലക്സിറ്റി ഏറ്റവും കുറവായിട്ടുള്ള ലോവർ കോംപ്ലക്സിറ്റി ആണ് നമുക്ക് സ്പേസ് കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നെങ്കിൽ ആ ഒരു മെമ്മറി കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ആ ഒരു അൽഗോരിതം കുറച്ചും കൂടി എഫിഷ്യൻ്റ്, കാരണം സ്പേസ് അവർ കുറച്ച് യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ടൈം കോംപ്ലക്സിറ്റിയും സ്പേസ് കോംപ്ലക്സിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്യൂഡോ കോഡ് അല്ലെങ്കിൽ അൽഗോരിതം എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ലീനിയർ സെർച്ച് ആണ് എഴുതേണ്ടത് ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. റൈറ്റ് ആൻ അൽഗോരിതം ഓർ സ്യൂഡോ കോഡ് ഫോർ ലീനിയർ സെർച്ച് ആൻഡ് മെൻഷൻ ദി ബെസ്റ്റ് കേസ് ആൻഡ് വേസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി ഓഫ് ലീനിയർ സെർച്ച് അൽഗോരിതം. അപ്പോൾ ജസ്റ്റ് അൽഗോരിതം നമ്മളോട് ഫുള്ളായിട്ട് എഴുതാൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ സ്യൂഡോ കോഡ് എഴുതണം. എന്നിട്ട് പറയുന്നേക്കുവാണ്
അതിൻ്റെ ബെസ്റ്റ് കേസും വേസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിച്ച് വെക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മളിവിടെ പ്രോഗ്രാം എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ സ്യൂഡോ കോഡ് അത് എഴുതി കൊടുത്തിട്ട് വേണം നമ്മൾ അതിൻ്റെ ബെസ്റ്റ് കേസും വേസ്റ്റ് കേസും കണ്ടുപിടിക്കാൻ. സോ ഈ ഒരു പ്രോഗ്രാം നമുക്ക് അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ലീനിയർ സെർച്ച് അൽഗോരിതം നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാം താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.